ഇറാൻ US ചർച്ചകൾ പൂർത്തിയായി കരാറിലെത്തും വരെ ആക്രമണം ഉണ്ടാകുമെന്നാണ് ഇസ്രായേൽ അറിയിക്കുന്നത്. തെലവീവ്, ജെറുസലേം, അഷ്കലോൺ, വടക്കൻ ഇസ്രായേൽ എന്നിവിടങ്ങളിലേക്ക് ഇറാനും ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചു. ചിലർക്ക് പരിക്കേറ്റതായി സൂചനയുണ്ട്. പ്രതിരോധിക്കുന്നതായി ഇസ്രായേൽ സൈന്യവും അറിയിച്ചു. ഇതിനിടെ ഇറാനിലെ വൈദ്യുത നിലയങ്ങളിൽ വീണ്ടും ആക്രമണം. ഖുറംഷദിലെ വൈദ്യുത നിലയത്തിന്റെ ഒരു പൈപ്പ് ലൈൻ തകർത്തു. ഇസ്ഫഹാനിലെ പ്രകൃതിവാതക കേന്ദ്രത്തിലെ ഓഫീസിലും ആക്രമണം. പവർ പ്ലാന്റിലെ ആക്രമണം നിർത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശേഷമാണോ ആക്രമണം എന്നതിൽ വ്യക്തതയില്ല. അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകും. അഫ്താബ്, ഈ ഊർജ്ജ കേന്ദ്രങ്ങളെ അടക്കം ആക്രമിക്കുന്നത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയതിനു ശേഷവും അങ്ങനെ ഒരു ആക്രമണം ഇനി ഉണ്ടാകില്ല എന്ന് അമേരിക്ക പറഞ്ഞതിന് ശേഷമാണോ ഈ ആക്രമണം നടന്നത് എന്നറിയില്ല. പക്ഷേ അത്തരം ആക്രമണങ്ങൾ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കാവുന്നതാണ്. കാരണം ഇപ്പോൾ ഒരു ചർച്ചയുടെ, ഒരു കരാറിന്റെയൊക്കെ ഒരു സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണം കൂടി ഏത് രീതിയിൽ ഇതിനെയൊക്കെ ബാധിക്കുമെന്നുള്ള ആശങ്ക കൂടിയുണ്ട്. നിലവിൽ എന്തൊക്കെ രീതിയിലുള്ള ആക്രമണമാണ് ഇരുവശത്തും നടന്നുകൊണ്ടിരിക്കുന്നത്? ജിൽസി, ഇന്നിപ്പോൾ യുദ്ധത്തിന്റെ 24ാം ദിനത്തിലും ഒരു കുറവും ഇസ്രായേലിലേക്കുള്ള ആക്രമണത്തിൽ ഇല്ല. അല്പം മുമ്പ്, ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ് വന്നിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് ചൈനയുടേതാണ്. ചൈനയുടെ മുഴുവൻ പൗരന്മാരോടും ഉടനടി അവരുടെ നാടുകളിലേക്ക് മടങ്ങുവാൻ വേണ്ടി ഇസ്രായേലിനകത്തുള്ള ചൈനീസ് എംബസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിലവർ കാരണമായി പറയുന്നത് വലിയ തോതിലുള്ള ആക്രമണം, മിസൈൽ ആക്രമണം, അത് നേരിട്ട് പതിക്കുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇസ്രായേലിനകത്ത് കണ്ടതാണ്. അതുകൊണ്ട് എത്രയും വേഗം ഇവിടെ നിന്നും മടങ്ങണമെന്നുള്ളൊരു മുന്നറിയിപ്പ് ചൈന ഇപ്പോൾ അവരുടെ പൗരന്മാർക്ക് നൽകുന്നു. ഇനിയിപ്പോൾ നേരത്തെ ജിൽസി സൂചിപ്പിച്ച ഈ ഒരു ആക്രമണ കാര്യത്തിലേക്ക് വരുമ്പോൾ അതിൽ അവരുടെ ഇറാന്റെ ഒരു പ്രതികരണം അതിൽ ഏറ്റവും നിർണായകമായിരിക്കും. കാരണം ട്രംപ് ഇന്നലെ പറഞ്ഞത് 5 ദിവസത്തേക്ക് ഇറാന്റെ പവർ പ്ലാന്റുകൾ, വൈദ്യുത നിലയങ്ങൾ ഒരു നിലക്കും തങ്ങൾ ആക്രമിക്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഖുറം ഷഹറിലെ, ഇറാനകത്തുള്ള ഖുറം ഷഹറിലെ ഒരു ആക്രമണം അത് ബാധിച്ചിരിക്കുന്നത് ഇറാന്റെ ഒരു പവർ പ്ലാന്റിലേക്കുള്ള സപ്ലൈ ലൈനിലാണ്. അതുകൊണ്ട് തന്നെ അതിലൂടെ എന്തെങ്കിലും പ്രത്യാഘാതം ഉണ്ടായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടം ഉണ്ടായോ എന്നുള്ളതിൽ വ്യക്തതയില്ല. പക്ഷെ അവിടെ ആക്രമണം നടന്നതായി ഇറാനിലെ ന്യൂസ് ഏജൻസികൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്ഫഹാനിലെ ആണവ കേന്ദ്രത്തോട് ചേർന്നുള്ള പ്രകൃതിവാതക കേന്ദ്രത്തിലും ആക്രമണം നടന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഈ 2 ആക്രമണവും നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അല്പസമയം മുമ്പാണ്. അതുകൊണ്ട് ഇത് എപ്പോൾ നടന്നു എന്നുള്ളത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അത് ഏതെങ്കിലും നിലക്കുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പ്രധാനമാണ്. കാരണം ഇറാന്റെ പ്രതികരണം ട്രംപിന്റെ പ്രതികരണവുമായതിനു ശേഷം ഔദ്യോഗികമായൊരു നിലപാട് എല്ലാവരും കാത്തിരിക്കുകയാണ്. അതിനിടയിലുണ്ടായ ആക്രമണ ശ്രമം ഏത് നിലക്കായിരിക്കും ഇറാൻ എടുക്കുക എന്ന് അറിയില്ല. മാത്രമല്ല, നെതന്യാഹു ഇന്ന് പുലർച്ചെ പറഞ്ഞിരിക്കുന്നത്, വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഈ ചർച്ചകൾ പൂർത്തിയായി ഒരു കരാറിലേക്ക് എത്തുന്നത് വരെ, അല്ലെങ്കിൽ യുദ്ധവിരാമത്തിലേക്ക് എത്തുന്നത് വരെ ആക്രമണം തുടരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 12 ദിന യുദ്ധത്തിൽ, കഴിഞ്ഞ വർഷമുണ്ടായ 12 ദിന യുദ്ധത്തിൽ ഉണ്ടായതിന് സമാനമായ രീതിയിൽ തന്നെ ചർച്ചകൾ പൂർത്തിയാകും വരെ ആക്രമണം തുടരും എന്ന് തന്നെ വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്കും സമാനമായ രീതിയിൽ തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നും US കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണ ശ്രമങ്ങളും അത് തടയുമ്പോൾ അത് സിവിലിയൻ കേന്ദ്രങ്ങളിൽ പതിക്കുന്ന സ്ഥിതിവിശേഷവും ഇപ്പോഴും തുടരുകയാണ്. കുവൈത്തിലേക്ക് ഇന്ന് രാവിലെ ഡ്രോൺ മിസൈൽ ആക്രമണ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. സൗദി അറേബ്യയിലേക്ക് ഇന്നലെ രാത്രി 10 മണി മുതൽ പുലർച്ചെ 4 മണി വരെയുള്ള സമയത്തിനകം 24 ഡ്രോണുകൾ, അതിൽ ഭൂരിഭാഗവും കിഴക്കൻ പ്രവിശ്യയിലേക്കാണ്. അത് US എയർഫോഴ്സിനെ ഉൾപ്പെടെയുള്ള വിമാനങ്ങളുടെ സഹായത്തോടെ തടഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് വലിയ തോതിൽ, കിഴക്കൻ പ്രവിശ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തോതിൽ US വിമാനങ്ങളുടെയും ഒപ്പം തന്നെ സൗദി വിമാനങ്ങളുടെയും നിരീക്ഷണ പറക്കലും ഈ ഡ്രോണുകൾ പ്രതിരോധിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. ഏതായിരുന്നാലും ആക്രമണം ഈ ഒരു 24ാം ദിനത്തിലേക്ക് കടക്കുമ്പോഴും ഒരു നിലക്കും കുറവില്ല. ഈ യുദ്ധവിരാമത്തിലേക്ക് പോകുന്ന സൂചനകൾ പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജിൽസി, എനിക്ക് തോന്നുന്നു ഇറാനകത്തുള്ള മിസൈൽ സിറ്റികളുടെ സ്ഥിതിവിശേഷമാണ്. കാരണം ഇപ്പോൾ യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ടും വെടിനിർത്തലുമായി ബന്ധപ്പെട്ടും നടക്കാനിരിക്കുന്ന ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇറാന്റെ മിസൈൽ സിറ്റികൾ തന്നെയാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഉപാധി എന്ന് പറയുന്നത് ഇറാൻ അവരുടെ മിസൈൽ പ്രൊജക്ട് 5 വർഷത്തേക്ക് ബാലിസ്റ്റിക് മിസൈൽ പ്രൊജക്ട് നിർത്തിവെക്കുന്ന ഒരു ഉപാധി US മുന്നോട്ട് വെച്ചിട്ടുണ്ട്.